ബി.ജെ.പി. വളർന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. ബി.ജെ.പി. വളരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം കോൺഗ്രസിന്റെ ആഭ്യന്തര കലാപം, തൊഴുത്തിൽ കുത്ത്, ഗ്രൂപ്പ്, പിന്നെ അവരുടെ അഴിമതി, പിന്നെ അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ. കേരളത്തിലെ നവമാധ്യമങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് ബി.ജെ.പി. സതീശൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അവരുടെ പ്രസംഗങ്ങളിലോ പ്രവർത്തനങ്ങളിലോ നയപരിപാടികളിലോ ബി.ജെ.പിക്ക് ഗുണകരമാവുന്ന ഒന്നും വരാതെ നോക്കണം എന്നുള്ള ഭയങ്കരമായൊരു താക്കീത് ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ PM ശ്രീയെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം, PM ശ്രീ ഞങ്ങൾ ഒരു കാരണവശാലും ആരൊപ്പിട്ടാലും ഒപ്പിട്ടില്ല, ഞങ്ങൾ നടപ്പാക്കൂല എന്ന് പറയണം. ഉദാഹരണം പറയണേ, ഈ തരത്തിൽ നിലപാടുള്ള ആളാണ് സതീശൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് പിണറായി 3.0 തടഞ്ഞൊരു തിരഞ്ഞെടുപ്പ്, UDF തിരിച്ചു വന്ന തിരഞ്ഞെടുപ്പ്, VD സതീശൻ മുഖ്യമന്ത്രിയായ തിരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഉപരി മറുവശം ചിന്തിച്ചാൽ ബി.ജെ.പി. വളർന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു 15 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ വളർച്ച വളരെ ഡ്രാസ്റ്റിക് അല്ലേ, വളരെ പെട്ടെന്നുണ്ടായിരിക്കുകയല്ലേ? ആണ്. ബി.ജെ.പി. വളരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഇവിടെ മാത്രമല്ല, കേരളത്തിന് പുറത്തും കോൺഗ്രസിൻ്റെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ആഭ്യന്തര കലാപം, തൊഴുത്തിൽ കുത്ത്, ഗ്രൂപ്പ്, പിന്നെ അവരുടെ അഴിമതി, പിന്നെ അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ. അപ്പോൾ പലയിടത്തും എന്താ സംഭവിക്കുന്നത്, അവിടെയൊക്കെ അവർക്ക് അപ്പുറത്ത് കാണാനുള്ളത് ബി.ജെ.പിയാണ്. അപ്പോൾ അവർ ഒരു സമാന്തര സംഭവം, ഒരു എതിർ ഉദാഹരണം, ഒരു പാരലൽ. അപ്പോൾ ഇവിടെ അത് വന്നുകൊണ്ടിരിക്കുക. എന്താണ്, CPM കോൺഗ്രസോ അല്ലെ UDF LDF അല്ലാതെ വേറെ മൂന്നാമൊരു സാധ്യത തെളിഞ്ഞു വന്നിരിക്കാം. അത് ഈ രണ്ടു കൂട്ടരും കരുതേണ്ടതാ. കാരണം നീണ്ട 10-15 കൊല്ലം ഇപ്പോൾ തുടർച്ചയായിട്ട് മോദി ഭരിക്കുകയാണ്. അപ്പോൾ ബി.ജെ.പി. ഒരു സാമൂഹ്യ അംഗീകാരം നേടിക്കഴിഞ്ഞു. ബി.ജെ.പി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് ഒരു തോന്നൽ, എങ്ങനെ ഞാനൊരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ എപ്പോഴും കേരളത്തിലെ ആളുകൾക്ക് ഒരു നാണം ഉണ്ടാവും. കാരണം ഇവിടുത്തെ കമ്മ്യൂണിസം, ജനാധിപത്യം, മതേതരത്വം, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഒരു നായർവാദിയാണ്, ഞാനൊരു ബ്രാഹ്മണവാദിയാണ്, ഞാനൊരു മനുവാദിയാണ്, ഞാനൊരു ഹിന്ദുത്വക്കാരനാണ് എന്ന് പറയാൻ നാണക്കേടാ. അത് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അധ്യാപകരുടെ ഇടയിൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് വേറെ പറയാം. അപ്പോൾ അതൊക്കെ മാറുന്നുണ്ട്. ഇപ്പം ഗവർണർ ഇടപെട്ട് ഈ RSS അനുകൂലികളായ ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നു. അത്തരം ആളുകളെ സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അത്തരം ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നു. അവർക്ക് പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയുള്ള ബഹുമതികൾ കിട്ടുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേഷൻ കിട്ടുന്നു. അങ്ങനെയൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഉദാഹരണം പറയാം, ഇപ്പോൾ വളരെ വൈകാതെ ഇപ്പോൾ പല സാഹിത്യകാരന്മാരിപ്പോൾ LDFനും UDFനും ഇടയിലല്ല, ബി.ജെ.പിയുടെ ഇടയിൽ അവർ നടുവിലായിട്ടുണ്ട്. ഇനി അവർക്ക് ബി.ജെ.പിയിലേക്ക് ചായാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു പത്മശ്രീ കിട്ടിയാൽ, ഒരു പത്മഭൂഷൺ കിട്ടിയാൽ, ഏതെങ്കിലും ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രിയുടെ ഊണ് കഴിക്കാനോ ക്ഷണം കിട്ടിയാൽ, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ടല്ലോ, അതിൻ്റെ അവാർഡുണ്ട്, പിന്നെ വേറെ ഒരുപാട് അവാർഡുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ബി.ജെ.പി. വളരെ പ്ലാൻ ചെയ്തിട്ട് അവർക്ക്, ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ നവമാധ്യമങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് ബി.ജെ.പിയാണ്. തീർച്ചയായിട്ടും അത് കേരളത്തിന് പുറത്ത് ഉള്ളതിനേക്കാൾ ഇപ്പോഴാണ് കേരളത്തിൽ അങ്ങനെ വരുന്നത്. ചാനൽ ചർച്ചയിൽ ഇപ്പോൾ അവരൊരു നിർബന്ധ സാന്നിധ്യമായി കഴിഞ്ഞു. UDF LDF BJP, പിന്നെ ഒരു സാമൂഹ്യ നിരീക്ഷകൻ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പാറ്റേൺ. അതെ, ചാനൽ ചർച്ചയ്ക്ക് 5 ആളുണ്ടാവും. ഒന്ന് അവതാരകൻ അല്ലെങ്കിൽ അവതാരകൻ ഉണ്ടാവും, പിന്നെ ഒരു നിരീക്ഷകൻ ചിലപ്പോൾ ഉണ്ടാവില്ല, മറ്റേ 3 ആൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ബി.ജെ.പിയുടെ സാന്നിധ്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലമാവുന്നു, അവരെപ്പറ്റി എന്തൊക്കെ അഴിമതി ആരോപണം ഉണ്ടാവുന്നു, അവരുടെ എന്തൊക്കെ നയങ്ങളിൽ വീഴ്ച പറ്റുന്നു. ഇപ്പോൾ PM ശ്രീക്ക് ഒരു കുഴപ്പമില്ലാന്ന് UDF ഗവൺമെൻറ് നിലപാടെടുത്തു എന്ന് വിചാരിക്കുക, അത് സഹായിക്കുക ബി.ജെ.പിയാണ്. ഇവർക്കല്ല എൻ്റെ ഗുണം കിട്ടുക. അവിടെ ഇപ്പോൾ 1000 കോടി ഉറുപ്പിക കിട്ടി, പിറ്റേന്ന് രാഷ്ട്രീയം ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. പിന്നെ വേറൊന്നുള്ളത്, വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ സാഹിത്യ രംഗത്തും സിനിമാ രംഗത്തും
നാടകരംഗത്തും ഒക്കെ കലാരംഗത്തൊക്കെ ഇവരുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില സിനിമകളിൽ ഒരു മുസ്ലിം ഹാജിയാരെ ഒരു നായർ യുവാവ് ചോദ്യം അങ്ങനെ വേണ്ടി വരും. പക്ഷെ അത് കാണുന്നത് ഒരു മുസ്ലിമിനെ BJP ചോദ്യം ചെയ്യുന്നതായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ആൾ കാണുന്നത്. ഇപ്പോൾ ഒരു വില്ലൻ കഥാപാത്രത്തിന് നിങ്ങളൊരു മുസ്ലിം പേര് കൊടുക്കുന്നു, എപ്പോഴും അങ്ങനെയാണെന്നല്ല, മനസ്സിലായി. ആ തരത്തിലൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻ, ഒരുപാട് പല തരത്തിലുള്ള ഈ ഇതിനകത്തേക്ക് കടന്നു കയറാനുള്ള. ഇപ്പം ശബരിമല അത് അവരുടെ ഒരു ഏതാണ്ടായി കഴിഞ്ഞു. കാരണം ഉദാഹരണം പറയാം, ശബരിമലയ്ക്ക് പോകുന്ന ജീപ്പിൻ്റെ മുകളിൽ ഈ ത്രികോണാകൃതിയിലുള്ള കാവിക്കൊടിയുണ്ട്. ഇപ്പോൾ ഓം എന്ന് എഴുത്തുണ്ട്. ഇപ്പം അമൃതാനന്ദമയി മഠം അത് അവരുടെ ഒരു കേന്ദ്രമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ കയ്യിലാക്കാൻ പോകുന്ന ഒരു സ്ഥലം എൻ്റെ ഊഹം തുഞ്ചൻപറമ്പായിരിക്കും. BJPയുടെ ഒരു സാംസ്കാരിക അവർക്ക് എല്ലാ നിലയ്ക്കും MT വാസുദേവൻ ഉണ്ടായതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. ഇപ്പോൾ MTയുടെ കാലം നിർഭാഗ്യവശാൽ കഴിഞ്ഞു. അപ്പോൾ ആ തുഞ്ചൻപറമ്പ് ഇപ്പോൾ പൂന്താനം ഇല്ലം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലായി. ഇപ്പോൾ അവിടെ മതേതരമായ ഒരു പ്രശ്നം, ഒരു ചർച്ചയില്ലല്ലോ. അവിടെ മുഴുവൻ കൃഷ്ണഭക്തിയുള്ളൂ. ഭക്തനല്ലേ പൂന്താനം? ആണല്ലോ. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറിട്ട് വേണമോ മക്കളായി എന്ന് ചോദിക്കുന്ന ആളാണ്. പക്ഷെ അതേ ഒരു സാഹിത്യകാരനാണ് നമ്മുടെ പാരമ്പര്യത്തിലുള്ളപ്പോൾ. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കവിയാണ്. അത്ര ലളിത മലയാളത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ഒരാൾ എഴുതി എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ രാമായണവും അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയും വെച്ച് നോക്കിയാൽ അറിയാം എത്ര മലയാളിയാണ് പൂന്താനം. അതെ, എഴുത്തച്ഛൻ്റെ പല വരിയും നിങ്ങൾക്ക് ഒറ്റ കേൾവിക്ക് അർത്ഥം തന്നെ മനസ്സിലാവില്ല. സുന്ദരകാണ്ഡത്തിൽ ഒരു വരി ഞാൻ പറയാം: വദനമവി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. വദനം അഭി കര ചരണമല്ല ശൗര്യാസ്പദം. പെട്ടെന്നൊരു മലയാളിക്ക് അർത്ഥം മനസ്സിലാവുമോ? നേരെ മറിച്ച് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇതൊക്കെ പച്ച മലയാളം, ലളിത മലയാളം. ഇതൊക്കെ ഞാൻ ചൊല്ലുന്നതൊക്കെ ജ്ഞാനപ്പാനയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മണ്ടി മണ്ടി കരേറുന്നു മോഹവും, എണ്ണി എണ്ണി കുറയുന്നത് ആയുസും. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ഇതൊക്കെ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. എഴുത്തച്ഛൻ ഇരിക്കുന്നതിനെ കുറച്ച് അപ്പുറത്താണ് ഈ പൂന്താനത്തിൻ്റെ ഇല്ലേ, കീഴാറ്റൂരാണ്, പെരിന്തൽമണ്ണ അടുത്ത്. മറ്റേത് ഇവിടെ തുഞ്ചൻപറമ്പിൽ എങ്ങണ്ടിയൂർ. ഭാഷ അപ്പോൾ പക്ഷേ അതൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തി മാത്രമാണ്. ഭക്തി മാത്രമല്ല, പൂന്താനത്തിൽ ഭക്തി മാത്രമല്ല, നമ്മളൊക്കെ സാഹിത്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഉദാഹരണം പറയാണ്. അങ്ങനെ അവർ വളരെ പ്ലാൻ ചെയ്തിപ്പോൾ സർവകലാശാലകൾ, പാഠ്യപദ്ധതികൾ, അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഭാഗമാണ് PM ശ്രീ. മനസ്സിലാവുണ്ടോ? അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ BJP-കാരനായ നിങ്ങൾക്ക് സെനറ്റ് മെമ്പറോ സിൻഡിക്കേറ്റ് മെമ്പറോ ആവാം സുഖമായിട്ട്. അപ്പോൾ അധ്യാപക യൂണിയനൊന്നും അവരുടെ ശക്തമായ യൂണിയനൊന്നുമില്ല. പണ്ട് കോൺഗ്രസിൻ്റെ CPM-ന്റെ യൂണിയനേ ഉള്ളൂ. അതെ, ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു BJP കേരളത്തിൽ വേരൂന്നാൻ വേണ്ടി, കേരളത്തിൽ ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി പണമായിക്കോട്ടെ പവർ ആയിക്കോട്ടെ എന്തിനും തയ്യാറായി BJP-യുടെ കേന്ദ്ര നേതൃത്വവുമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ കേരളത്തിൽ കാണുന്നത്. എന്താ വെച്ചാല് അവർക്ക് ഒരു പ്രവേശനം കിട്ടാത്തൊരു സ്ഥലമായിരുന്നു കേരളം. അതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 27% മുസ്ലിങ്ങളാണ്, 18% ക്രിസ്ത്യാനികളാണ്, ഇപ്പം 45%. പിന്നെ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് CPM CPI. അപ്പം നിങ്ങൾ ജാതിയോ മതമോ നോക്കിയാൽ ഇവർ CPIക്കോ CPM-നോ വോട്ട് ചെയ്യുന്ന ആൾ. പിന്നെ സോഷ്യലിസ്റ്റുകളുണ്ട്. കാരണം രാഷ്ട്രീയമായ പ്രബുദ്ധത കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊരു ഒരു ഒരു പ്രവേശിക്കാനൊരു സ്ഥലമില്ല, ഒരു വാതിലില്ല. എവിടെ കയറുക? അവിടെ ഇപ്പോൾ അവർ കയറുന്നത്. ആ കയറുന്ന മുഴുവൻ ഈ രണ്ട് കൂട്ടരുടെ UDF-ൻ്റെയും LDF-ൻ്റെയും അഴിമതി, അഹമ്മതി തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. അവർ വളരെ സത്യസന്ധമായും നീതിപൂർവമായും ഭരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അങ്ങനെ അല്ലേ അവരാ പ്രവേശിക്കുക. എന്തുകൊണ്ട് നമുക്ക് അതൊന്ന് ആ ചാൻസ് ഒന്ന് നോക്കിക്കൂടാ എന്ന് വരും. നമ്മളിങ്ങനെ LDF UDF കളിക്കണല്ലോ. ലെറ്റ്സ് us try BJP ഓൾസോ. അത് നോക്കാം എന്നൊരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇപ്പോൾ കേരളത്തിലുണ്ട്. അതെ, അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പണ്ടൊക്കെ ഒരു BJP-കാരനെ കണ്ടാൽ IAS സംഖ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ BJP ആയതുകൊണ്ട് എന്താണ് പ്രശ്നം അതെ എന്ന് തോന്നുന്നു. അല്ല, അത് വലിയ വലിയ ഘടകം. അതായത്
ഈ പിന്നെ ജനതാ പാർട്ടി 1977 മൊറാർജി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോഴാണ് ഇവർക്കൊരു സാമൂഹ്യ അംഗീകാരം ആദ്യം കിട്ടുന്നത്. അന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമാണ് അവർ. ജയപ്രകാശ് നാരായണനാണ് അടിയന്താവസ്ഥക്കെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്. അദ്ദേഹം പാർട്ടിയിലെ അംഗമല്ല, അദ്ദേഹമാണ് അതിൻ്റെ ഗോഡ് ഫാദർ, അതിൻ്റെ തലതൊട്ടപ്പൻ. ഏതൊക്കെ പാർട്ടികൾ? ഒന്ന് സോഷ്യലിസ്റ്റുകൾ മുഴുവൻ, പിന്നെ സിൻഡിക്കേറ്റ് കോൺഗ്രസിനകത്ത് നെല്ലിങ്ങപ്പ ഗ്രൂപ്പ്, പിന്നെ അന്നത്തെ ജനസംഘം, പിന്നെ കോൺഗ്രസിന് പിരിഞ്ഞുപോയ ജഗജ്ജീവൻ റാം, നന്ദിനി സത്പതി, HN ബഹുഗുണ ഉള്ളതുണ്ടാക്കിയ കോൺഗ്രസ് ഫോർ ഡെമോക്രസി. ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അന്ന് പലരും പറഞ്ഞാണ് ജനസംഘത്തിനെ കൊടുത്ത് കൂട്ടരുത്. അത് JP അത് കേട്ടില്ല. കാരണം അദ്ദേഹം അവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ തുടങ്ങിയ ബീഹാറിലെ അഴിമതി വിരുദ്ധ സമരമുണ്ട്, അതാണ് പിന്നെ സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് RS-കാരാ, അന്ന് ജനസംഘക്കാരാ. അവരാണ് പിന്നെ ജനതാ പാർട്ടിയിൽ ലയിച്ചത്. പിന്നീട് ഇവർ പിണങ്ങിയിട്ടാണ് ഭാരതീയ ജനസംഘമായിട്ട് മാറുന്നത്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യമന്ത്രി, ലാൽകൃഷ്ണ അദ്വാനി വാർത്താവിതരണ വകുപ്പ് മന്ത്രി, ഈ 2 മന്ത്രിമാർ വരുമ്പോഴാണ് അവർക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു മാന്യത, ഒരു ദൃശ്യത, ഒരു വിസിബിലിറ്റി, ഒരു സാമൂഹ്യ അംഗീകാരം കിട്ടുന്നത്. അത് പിന്നെ അങ്ങനെ ക്രമത്തിൽ വരികയാണ്. അതുണ്ടാക്കിയത് അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയിൽ ഇവരെ നിരോധിച്ചു. അപ്പോൾ RS-കാർ ഭയങ്കരമായിട്ട് പണിയെടുത്തു. അത് ഭയങ്കര മതിപ്പുണ്ടാക്കി. അന്ന് വാർത്തകളൊക്കെ ഇവർ സെൻസർ ചെയ്തു. ഇവരുടെ കുരുക്ഷേത്രം എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ RS-കാരുടെ. അതിലാണ് വാർത്തകളൊക്കെ അറിഞ്ഞിരുന്നത്. ഞാനിന്ന് പത്രപ്രവർത്തകനാണ്, മാതൃക കൊടുക്കാൻ പറ്റില്ലതൊന്നും, സെൻസർ ഉണ്ട്, അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർ ജയിലിൽ പോയി തല്ലുകൊണ്ടു, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് പൗരാവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും പുസ്തകങ്ങളും ലഘുലേഖകളും അച്ചടിക്കുകയും ചെയ്ത വകയിൽ ഇവർ പലരും ജയിലിൽ പോയി. അപ്പോൾ അനുഭവം വരുള്ളൂ നാട്ടുകാരുടെ. അതാണ് ആ അടിയന്തരാവസ്ഥ ഇല്ലെങ്കിൽ RS അവിടെ അന്ന് നിരോധിച്ചാണ് ഏറ്റവും വലിയ ആപത്തായത്. അന്ന് നിരോധിച്ച ഒരു സാധനം ജമാഅത്ത് ഇസ്ലാമിയ. അവർ പിന്നെ ആളില്ലാത്തതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. വരും നാളുകളിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോലും BJP-ക്ക് പ്രാപ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അല്ല, ഇന്നിപ്പോ ഉണ്ടെന്ന് പറയാൻ വയ്യ. സതീശൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അവരുടെ പ്രസംഗങ്ങളിലോ പ്രവർത്തനങ്ങളിലോ നയപരിപാടികളിലോ BJP-ക്ക് ഗുണകരമാവുന്ന ഒന്നും വരാതെ നോക്കണം എന്നുള്ള ഭയങ്കരമായൊരു താക്കീത് ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ PM ശ്രീയെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം. PM ശ്രീ ഞങ്ങളൊരു കാരണവശാലും ആരൊപ്പിട്ടാലും ഒപ്പിട്ടില്ല, ഞങ്ങൾ നടപ്പാക്കൂല എന്ന് പറയണം. ഉദാഹരണം പറയണേ, ഈ തരത്തിൽ നിലപാടുള്ള ആളാണ് സതീശൻ. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞത് നിലപാടിൻ്റെ പേരിൽ നമ്മൾ പോഴ്ത്തിയിരുന്നത്. അത് പ്രതിപക്ഷ നേതാവാകുമ്പോൾ മാത്രം പോരാ, മുഖ്യമന്ത്രി ആകുമ്പോഴും വേണം. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇതിൽ മറ്റൊരു പങ്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സാഹചര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 70 വയസ്സിൻ്റെ ഉള്ളവർക്ക് പോലും ബാങ്കിലാണ് വരിക, കിടപ്പ് രോഗികൾക്ക് മാത്രമേ വീട്ടിലെത്തിക്കുള്ളൂ. അത് നേരത്തെ വീട്ടിലെത്തിച്ചിരുന്നാണ് പിണറായി ഗവൺമെൻറ്. ആളുകൾ എളുപ്പത്തിൽ അത് അനുഭവപ്പെടും. അതിൻ്റെ വ്യത്യാസം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉണ്ടോ? 70 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പോൾ അയാൾക്ക് കിടപ്പ് രോഗിയല്ല, അപ്പോൾ ബാങ്കിൽ വരുന്നു. അപ്പോൾ ATM ഉപയോഗിക്കാൻ ഇവർക്ക് പലർക്കും അറിയില്ല, അവിടെ പോകാൻ സാധിക്കില്ല. പിന്നെ പലർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ മക്കളെയോ മരുമക്കളെയോ പേരമക്കളെയോ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ പെൻഷൻ വാങ്ങാൻ പറഞ്ഞയക്കുന്നതല്ല അവരെ കൂടെ പോകുന്നതാണെങ്കിൽ അവരതിന് പൈസ തട്ടിപ്പാക്കില്ല, അവരത് കൊണ്ട് കള്ളു കുടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കുടിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ സ്വാതന്ത്ര്യം, ഇവരുടെ സ്വാശ്രയത്വം, ഇൻഡിപെൻഡൻസ് ആണ് പോവുക. എന്തിനാണ് അങ്ങനെ നയം കൊണ്ടുവരുന്നത് എനിക്കൊരിക്കലും മനസ്സിലായില്ല. അതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സഹകരണ സംഘങ്ങൾ വഴി കൊണ്ടുപോകുന്ന പണം, വിതരണം ചെയ്യാത്ത പണം റീഇംബേഴ്സ് ചെയ്യാൻ കാലതാമസം എടുക്കും. നമുക്കറിയാം LDF അത് പരിഹരിച്ചാൽ മതിയല്ലോ. ഈ രോഗികളെ ഒന്നാമത് ഇത് കിടപ്പ് രോഗി ആരാണ്, അല്ലാത്ത രോഗി ആരാന്ന് കണ്ടെത്താൻ നല്ല പ്രയാസം ഉണ്ടാവും. അപ്പം ഇത് ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചലനം കുറയും, മൊബിലിറ്റി കുറയും. ഇപ്പോൾ മഴയാണ് അല്ലെങ്കിൽ വെയിലാണ്, പുറത്തന്നെ നടക്കാൻ പറ്റില്ല. പൈസ വീട്ടിൽ കൊണ്ടുത്തരുന്നൊരു സംവിധാനമുള്ളത് നിങ്ങൾ പോയി വാങ്ങണമെന്നാവുമ്പോൾ ഈ പ്രായമുള്ള ആളുകൾ മനസ്സിൽ വല്ലാതെ മുറിവുണ്ടാക്കും. ഒരാവശ്യമില്ലാത്ത പണിയത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ നേടാൻ പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പിണറായി ഗവൺമെൻറ് ഇതൊരു നല്ല കാര്യം നിങ്ങൾ പിൻവലിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.